സോ KTU BTech S3 സ്റ്റുഡൻസിൻ്റെ ഡിസൈൻ എഞ്ചിനീയറിംഗും പ്രൊഫഷണൽ എത്തിക്സിൻ്റെ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ പ്ലസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ വീഡിയോസ് റിക്വസ്റ്റ് ചെയ്ത സ്റ്റുഡൻസ് മാത്രം കണ്ടാൽ എല്ലാവർക്കും സ്കിപ്പ് ചെയ്യുക, ഒരു പ്രശ്നമില്ല, നിങ്ങൾ കാണാൻ നിർബന്ധമില്ല. പക്ഷേ നമ്മൾ മാക്സിമം നല്ല കണ്ടൻറ്റ്സ് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം. പ്രൊഫഷണൽ എത്തിക്സ് ആയാലും ഡിസൈൻ എഞ്ചിനീയറിംഗ് ആയാലും ആദ്യം പ്രൊഫഷണൽ എത്തിക്സിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതിനുശേഷം ഡിസൈൻ്റെ പറയും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ പറ്റില്ല. ഇതിന് ഏകദേശം ക്രെഡിറ്റ് ഉള്ള പേപ്പറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, തോന്നിയ പോലെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഞാൻ എന്നും പറയുന്ന സ്ട്രക്ചർ ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിച്ചിട്ട് പോകുക. ഒരു മൂന്ന് മോഡ്യൂൾ കൃത്യമായിട്ട് പഠിക്കുക. 3 മോഡ്യൂൾ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി 2 മോഡ്യൂളിൽ ഇമ്പോർട്ടൻറ്റ് പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് സപ്ലൈ അടിക്കാൻ പ്രോബിലിറ്റി വളരെ കുറവാണ്, ചാൻസേ ഇല്ല. അങ്ങനെ വൃത്തിക്ക് പഠിച്ചിട്ട് പോയാൽ, മര്യാദയ്ക്ക് പഠിച്ചിട്ട് പോയാൽ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സമയം കുറവാണെന്നൊക്കെ എനിക്ക്, പക്ഷേ ക്രെഡിറ്റുള്ള പേപ്പറാണ്, 100 മാർക്കാണ്. ലൈഫ് സ്കില്ല് പോലെ തോന്നിയ പോലെ എഴുതി വെക്കാൻ പറ്റില്ല. ഈ 3 മോഡ്യൂൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ കേസ് പറയുമ്പോൾ പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചിട്ട് പോകാൻ നിൽക്കണ്ട. പഠിക്കുകയാണ് 4 വർഷം 3 വർഷത്തെ പ്രീവിയസ് ഇയർ പഠിക്കണം. എല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് വൈസ് പഠിച്ചിട്ട് പോകുക, അതാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് പ്രൊഫഷണൽ എത്തിക്സിന് ഇമ്പോർട്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്, അത് നോക്കുക. സെക്കൻഡ് മോഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അടുത്ത തേർഡ് മോഡ്യൂളിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ആ കേസ് സ്റ്റഡി നിർബന്ധമായിട്ട് പഠിച്ചു പോവുക. ചാലഞ്ചറിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഒരു കാര്യം ഞാൻ പറയാം, മനസ്സിലാക്കി പഠിച്ചിട്ട് നിങ്ങളുടെ വാക്കുകളിൽ എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലാക്കി പഠിച്ചിട്ട് നിങ്ങളുടെ വാക്കുകളിൽ എഴുതാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വെറുതെ ചെന്നിട്ട് എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് പോകാൻ പറ്റില്ല. ഞാനൊക്കെ ഈ പേപ്പറിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത്, ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഒരു നീല ബോർഡ് ഉണ്ടാവും, ഈ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചിട്ടും എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ എഴുതിയൊരു നീല ബോർഡ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാവും. ആ ബോർഡ് എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് പഠിക്കുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത്യാവശ്യം പഠിച്ചിട്ട് തന്നെ പോവുക. അപ്പം നിങ്ങളുടെ വേർഡ്സിൽ എഴുതുക, മനസ്സിലാക്കി നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചാനൽ, അതിൽ ഹിങ്സ്റ്റൺ സേവിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്, ഹിങ്സ്റ്റൺ സേവിയർ. അത് കണ്ടാൽ നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ആയിരിക്കും. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 5 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ എല്ലാ മൊഡ്യൂളിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ഡിസൈനിലോട്ട് പോവാം. സോ നിങ്ങൾ BTech പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ അത്യാവശ്യം നല്ലൊരു AI ആൻഡ് ഡാറ്റാ സയൻസിൻ്റെ ഒരു കോഴ്സ് ചെയ്താലോ. ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് അത്യാവശ്യം സൂപ്പറായിട്ടൊരു കോഴ്സ് വന്നിട്ട് IIT ഇൻഡോർ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സാണ്. ഈ കോഴ്സിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന IITയിലെ ഫാക്കൽറ്റീസാണ്. ആൻഡ് മോർ ഓവർ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് IIT ഇൻഡോറിൻ്റെ ദൃഷ്ടി CP സർട്ടിഫിക്കറ്റ് കിട്ടും. ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് അവരുടെ ലാബ് ഇവൻറ്റ്സിലേക്കൊക്കെ ഡയറക്റ്റ് പോകാനുള്ള ID കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് AI ആൻഡ് ഡാറ്റാ സയൻസിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ എൻറോൾ ചെയ്യുക, എല്ലാവർക്കും ഇഗ്നോർ ചെയ്യാം. സോ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ലിങ്കിൽ കയറി പോയാൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ എൻറോൾ ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയാം. ഡിസൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്കിന് തിയറി ആയിരിക്കും അധികം ചോദിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻസിന് അത് ഡയഗ്രാംസ്, അതായത് പിക്ചേഴ്സ് വരച്ചിട്ടുള്ള രീതി. എന്ന് വെച്ചാൽ എന്ത് ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് പിക്ചർ വരയ്ക്കേണ്ട രീതിയിലാണ്. അവർ പറയും ഒരു ബസ് കൺസ്ട്രക്ട് ചെയ്യാനോ, ഒരു ബാഗ് കൺസ്ട്രക്ട് ചെയ്യാനോ, ഒരു അംബ്രല കൺസ്ട്രക്ട് ചെയ്യാനോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവർ പറയാറ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് എക്സാം എഴുതാൻ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, തിയറി അത്യാവശ്യം പഠിച്ചിട്ട് പോവുക, പിന്നെ വരയ്ക്കാനുള്ള ഐഡിയാസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, പ്രൊഫഷണൽ എത്തിക്സിനും അതേപോലെ തന്നെ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണ് ഹിങ്സ്റ്റൺ സേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള. എനിക്കൊക്കെ നല്ല യൂസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളത് നോക്കുക, അതിൻ്റെ താഴത്ത് നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി പ്രൊഫഷണൽ എത്തിക്സിനും ഡിസൈനും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ചാനൽ റെഫർ ചെയ്യാം. സോ ആദ്യം മൊഡ്യൂൾ 1ൻ്റെയും മൊഡ്യൂൾ 2ൻ്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4ൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. നെക്സ്റ്റ് മൊഡ്യൂൾ 5ൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2 സബ്ജക്റ്റിനും റെഫർ ചെയ്യുക, പ്രീവിയസ് ഇയർ റെഫർ ചെയ്യുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നല്ലോണം നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഒരു 3 മൊഡ്യൂൾ എങ്ങനെയെങ്കിലും ശ്രമിക്കുക, ഒരു 2.5 മൊഡ്യൂൾ 3 മൊഡ്യൂൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഓരോ ടോപ്പിക്കിനും കാര്യങ്ങൾ മനസ്സിലാക്കുക. ടെക്നിക്കൽ ടേംസ് ചിലപ്പോൾ നിങ്ങൾക്ക് അതേപടി എഴുതാൻ പറ്റില്ലെങ്കിലും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് എഴുതാം. യു ക്യാൻ ഓൾസോ യൂസ് ചാറ്റ് ജി പി ടി അത്യാവശ്യം നല്ല യൂസാണ്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് മനസ്സിലാക്കി തരും. മാക്സിമം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വീണ്ടും പറയണം, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. ചാറ്റ് ജി പി ടി ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടാവും. ചാറ്റ് ജി പി ടി ഹൈലി യൂസ്ഫുൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെൽപ്പും നിങ്ങൾ തേടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ പ്രൊഫഷണൽ എത്തിക്സും ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗും കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പാസ്സാവാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഡേയിൽ ഈ ഒരു രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം സസ്റ്റൈനബിൾ നിങ്ങൾക്ക് ഒരുപാട് ദിവസം ലീവ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊഫഷണൽ എത്തിക്സിനും ഡിസൈൻ എഞ്ചിനീയറിംഗും ഒന്നും തമാശയായിട്ട് തള്ളിക്കളയരുത്. കാരണം ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്രെഡിറ്റുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ എക്സാം അത്ര എന്താ പറയുക, നിങ്ങൾക്ക് തോന്നിയ പോലെ എഴുതി വെക്കാൻ പറ്റില്ല. ടഫ് ഈസിൻ്റെ അല്ല ഞാൻ പറയുന്നത്, ടഫ് ഒരു മോഡറേറ്റ് പേപ്പർ തന്നെ ഉണ്ടാവാറ്. പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് തോന്നിയ പോലെ എഴുതി വെക്കാം. നിങ്ങൾ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക, എഴുതുക. സോ ഡിസൈൻ ആകുമ്പോൾ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരയ്ക്കണം. എല്ലാത്തിനും പിക്ചർ കൃത്യമായിട്ട് വൃത്തിയിൽ വരയ്ക്കുക.
സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.